ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലോട്ട് സ്വാഗതം. അപ്പോൾ ബില്ലടക്കാൻ വേണ്ടി അച്ഛൻ ഡിസ്ചാർജായി. അപ്പോൾ ബില്ല് വരുമല്ലോ, ഫൈനൽ ബില്ല്. അതടക്കാൻ വിഷമിച്ച് ബുദ്ധിമുട്ടി നിൽക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത്. രേവതി അപ്പോൾ കഴുത്തിലെ മാല ഊരി കൊടുക്കുന്നുണ്ട്. സച്ചി പറയും, ഏയ് അതൊന്നും വേണ്ട, കഴുത്തിലിട്ടേലേ ഉള്ളൂ, ഒരാഴ്ച പോലും ആയിട്ടില്ല, മാലയൊന്നും വേണ്ടാന്ന് രേവതിയോട് പറയുവാണ്. മഞ്ഞച്ചരട് മാറ്റി സ്വർണ്ണമാല ആക്കിയല്ലേ ഉള്ളൂ. അപ്പോൾ സച്ചി അത് പണയം വെക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. അപ്പോൾ മഹേഷ്, കൂട്ടുകാരൻ കൂടെയുണ്ടല്ലോ സച്ചിയുടെ, മഹേഷ് കയ്യിൽ നിന്നും കാശെടുത്ത് സച്ചിക്ക് കൊടുക്കുവാണ്. ഇന്നടാ ഈ പൈസ കൊണ്ട് ഈ ബില്ലടക്കെന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കും, നിനക്ക് എവിടെ നിന്ന് ഈ കാശ്, ഇത് വേണ്ടടാന്ന് പറയുമ്പോൾ മഹേഷ് പറയും, അച്ഛൻ്റെ കാര്യമല്ലേടാ, നീ കൊണ്ടേ അടക്കുമെന്ന് പറഞ്ഞ് മഹേഷ് ക്യാഷ് സച്ചിയെ ഏൽപ്പിക്കുവാണ്. എന്നിട്ട് സച്ചി ബില്ലൊക്കെ അടച്ച് വീട്ടിലോട്ട് പോകും. വീട്ടിലോട്ട് പോകുമ്പോൾ പിന്നെ കാണിക്കുന്നത് വർഷയും സച്ചിയും കൂടിയുള്ള തല്ലുപിടുത്തമാണ്. സച്ചി പറയുവാണ്, തെറ്റ് ചെയ്തു, അന്ന് അത് അംഗീകരിക്കാനുള്ള മനസ്സെങ്കിലും ഇവക്ക് കാണിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ വർഷ ചൂടാകുവാണ്. ഇപ്പം എന്താ പ്രശ്നം, നിങ്ങൾക്ക് പൈസയാണോ, ഹോസ്പിറ്റലിൽ ചിലവായ പൈസയാണോ പ്രശ്നം, ഞാൻ തരാം അതെന്ന് പറഞ്ഞ് പൈസ എടുത്ത് സച്ചിക്ക് നേരെ നീട്ടുവാണ്. സച്ചിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. രണ്ടുപേരും കൂടി നല്ല തല്ലുപിടുത്തമാണ്. ഇത് കണ്ട് അച്ഛനെ വീണ്ടും ബുദ്ധിമുട്ട് വരുവാണ്. രവി പിന്നെയും നെഞ്ചുവേദന എടുത്ത് അങ്ങനെ സോഫ സെറ്റിൽ ഇരുന്ന് പോകുവാണ്. നാളെ എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വർഷയുടെയും സച്ചിയുടെയും തല്ലുപിടുത്തവും രവിക്ക് എന്തു പറ്റും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.